ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലമൊക്കെ ആയല്ലോ. എല്ലാവരും ഓണവിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ ഓണവിഭവങ്ങളിലെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റമായ അവിയലിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവിയൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് പാലക്കാട് സ്റ്റൈലിലുള്ളൊരു അവിയലാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ അവിയൽ തയ്യാറാക്കുക. നമ്മൾ പാലക്കാട് ആയതുകൊണ്ട് പാലക്കാടിലെ ചെയ്യുന്ന പോലത്തെ അവിയലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പച്ചക്കറികളും എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ളത്. അപ്പോൾ ഞാനിവിടെ കുമ്പളങ്ങ, ചേന, ചെറിയൊരു കഷ്ണം മത്തൻ, വാഴയ്ക്ക, മുരിങ്ങക്കായ, കൊത്തവരയ്ക്ക, ബീൻസ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയെടുത്താണ്. അപ്പോൾ ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാ പച്ചക്കറികളും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാം. ചേനയൊക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് വേവുന്ന ചേന എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നന്നായി വെന്ത് കിട്ടും. അല്ലെങ്കിൽ ചേന മാത്രം വേവാതെ അങ്ങനെ കിടക്കും. ഇത് വേഗം വേവുന്ന ചേനയാണ്. അപ്പോൾ നമുക്ക് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് വേവുന്നതാണോ അല്ലേന്ന്. അപ്പോൾ നല്ല തിക്കായിട്ട് മുറിക്കാൻ ഭയങ്കര പ്രയാസമാണെങ്കിൽ അത് പെട്ടെന്ന് വേവാത്ത ചേനയായിരിക്കും. ഇപ്പോൾ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ചട്ടിയിലോ പാത്രത്തിലോ എന്തിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ചീൻചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം കൂടി ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഇതിലേക്ക് വെള്ളം തളിച്ചു കൊടുത്തിരിക്കുകയാണ് ഞാനിത്. നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ ചിരകിയത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. ഇത് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല, അതുപോലെ ചതച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, മുരിങ്ങക്കായും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തൈര് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അവസാനം നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അവസാനം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ അവിയൽ തയ്യാറായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.